കയ്യിൽ നല്ല ചീപ്പ് റേറ്റിൽ പോട്ട്സും ഹോം ഡെക്കർ ഐറ്റംസൊക്കെ നിങ്ങൾ വാങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. മസാഫിയിലുള്ള ഫ്രൈഡേ മാർക്കറ്റിലേക്ക് പോയിക്കോളൂ. പോട്ട്രി ഷോപ്സും ട്രഡീഷണൽ ഐറ്റംസും കൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. ഓൺ ദ വേ തന്നെ ഒരുപാട് പോട്ട്രി ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ മുമ്പ് പല തവണ ഫ്രൈഡേ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു പോട്ട്രി കളക്ഷൻ കാണുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. ശരിക്കും ഈ ഷോപ്പ് ഉള്ളത് ഫ്രൈഡേ മാർക്കറ്റ് എത്തുന്നതിന് കുറച്ച് മുന്നായിട്ടാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ പോട്ട്സും ഒരു ട്രഡീഷണൽ ടച്ചുള്ള പോട്ട്സാണ്. എല്ലാം യുണീക്ക് പീസസ് ആണ്. നമ്മൾ മാളിലും സിറ്റിയിലെ നഴ്സറിയിലൊക്കെ പോയാൽ കിട്ടാത്ത തരത്തിലുള്ള പോട്ട്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ മഡ് കളറും പ്ലാന്റിൻ്റെ ഗ്രീനും തമ്മിലുള്ള കോമ്പിനേഷൻ തന്നെ അടിപൊളിയല്ലേ. ഈ പോട്ട്സിൽ ചുമ്മാ ഒരു പ്ലാന്റ് ഇൻഡോറിൽ വെച്ചാൽ തന്നെ ആ ഒരു സ്പേസിൻ്റെ ലുക്ക് തന്നെ അത് മാറ്റും കേട്ടോ. അത്രയും എലഗൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ലുക്സ് ഈ പോട്ട്സിന് നമുക്ക് തരാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ പ്രൈസ് ആണെങ്കിലും മാളിനെയും അതുപോലെ നഴ്സറീസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പ് റേറ്റിലാണ് കിട്ടുന്നത്. ഒരു 5 to 50 ദിറംസ് ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ പോട്ട്സിൻ്റെ സൈസും ഡിസൈനും ഫിനിഷിങ്ങും ഒക്കെ അനുസരിച്ചിട്ട് പ്രൈസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ഈ കുട്ടി കുട്ടി മൺപാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷനാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അവിടെ ഇതുപോലെ ചെറിയ ചെറിയ മൺപാത്രങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും. ചെറുതിലെ ഒരുപാട് അമ്മ വാങ്ങി തന്നിട്ടുള്ള ആ ഒരു മെമ്മറീസൊക്കെയാണ് കേട്ടോ എനിക്കിതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഇവിടെ പോട്ട്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം ഇവിടെ കിട്ടും. ഇതുപോലെ സെറാമിക് പ്ലാന്റേഴ്സ് ഉണ്ട്, അതുപോലെ ഡെക്കറേറ്റീവ് മിനി കോട്ടേജസ് ഉണ്ട്, ചെറിയ ചെറിയ ഫൗണ്ടൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഗാർഡനിലേക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഷോപ്സൊക്കെ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വഴി തെറ്റിപ്പോയി അങ്ങനെ കറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വരുന്ന വഴിക്ക് തന്നെ കാണാനായിട്ട് പറ്റും. എന്തായാലും ചുമ്മാ ഒരു വിസിറ്റ് നടത്തിയിട്ട് തിരിച്ചു വരാമെന്ന് കരുതിയിട്ട് കയറിയ ഞാനാണ് 2 പോട്ട്സും വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്.